നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. വനം വകുപ്പിൻ്റെ വിത്തുണ്ടകൾ വനത്തിലേക്ക് എറിയുന്ന പദ്ധതിക്ക് 15-ന് ചാലക്കുടിയിൽ തുടക്കമാകും. ഇതിനായുള്ള 8 ലക്ഷം വിത്തുണ്ടകൾ 144 റേഞ്ച് ഓഫീസുകളിലായി തയ്യാറായി. തൃശൂർ എരുമപ്പെട്ടിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 9 വയസ്സുകാരി മരിച്ചു. 6 പേർക്ക് പരിക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടെ സിനിമാ മേഖലയിൽ വലിയ മാറ്റങ്ങളുണ്ടായെന്ന് മന്ത്രി പി രാജീവ്. വിഷയത്തിൽ സർക്കാർ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. വനസംരക്ഷണത്തിനും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുമുള്ള വനംവകുപ്പിൻ്റെ വിത്തുണ്ടകൾ വനത്തിലേക്ക് എറിയുന്ന പദ്ധതിക്ക് 15-ന് ചാലക്കുടിയിൽ തുടക്കമാകും. ഇതിനായുള്ള 8 ലക്ഷം വിത്തുണ്ടകൾ 144 റേഞ്ച് ഓഫീസുകളിലായി തയ്യാറായി കഴിഞ്ഞു. ആയിരക്കണക്കിന് വിത്തുകളാണ് ഇതുപ്രകാരം വനത്തിൽ നിക്ഷേപിക്കുന്നത്. വനപാലകർക്ക് പുറമെ വാച്ചർമാർ, VSS ജീവനക്കാർ എന്നിവരെ ഉൾപ്പെടുത്തി ജനപങ്കാളിത്തത്തോടെയാണ് വിത്തുണ്ട എറിയൽ നടത്തുന്നത്. എറിയുന്ന വിത്തുണ്ടകളിൽ 10% വരും വർഷങ്ങളിൽ വൃക്ഷങ്ങളായി വളരുമെന്നാണ് പ്രതീക്ഷ. ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപിക്കാൻ മിഷൻ ഫുഡ് ഫോഡർ പദ്ധതിയുടെ ഭാഗമായാണ് ഇത് നടത്തുന്നത്. വാഴച്ചാൽ ഡിവിഷനിൽ ചുഴിമേട്, മുക്കുംപുഴ എന്നിവിടങ്ങളിലും ചാലക്കുടി ഡിവിഷനിലെ പാലപ്പിള്ളി, മുപ്ലിയം, വരന്തരപ്പിള്ളി, ചായ്പൻകുഴി എന്നിവിടങ്ങളിലുമാണ് ഫുഡ് ഫോഡർ പദ്ധതി നടപ്പിലാക്കുന്നത്. മണ്ണ്, എക്കൽ മണ്ണ്, ചാണകം എന്നിവയുടെ മിശ്രിതത്തിൽ ഉങ്ങ്, രുദ്രാക്ഷം, പ്ലാവ്, കാട്ടുമാവ്, മുള, മുട്ടപ്പഴം, ആഞ്ഞിലി, കാട്ടുജാതി എന്നിവയുടെ വിത്തുകളിട്ട് പന്തിൻ്റെ ആകൃതിയിലാക്കി ഉണക്കിയെടുക്കും. തുടർന്ന് ഇവ വനത്തിലേക്ക് എറിയുന്നതാണ് പദ്ധതി. ഇങ്ങനെ വളർന്നു വരുന്ന ബലവൃക്ഷങ്ങളിലെ കായ്കനികൾ വന്യജീവികൾക്ക് ഭക്ഷണമാവുകയും അതുവഴി മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനാകുമെന്നുമാണ് കണക്കുകൂട്ടൽ. ആയിരക്കണക്കിന് വിത്തുകളാണ് ഇതുപ്രകാരം വനത്തിൽ നിക്ഷേപിക്കുന്നത്. സ്വാഭാവിക വളർച്ച കൈവരിച്ച് 10% മരങ്ങളായി വളരുമെന്നാണ് കരുതുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. കാറുകൾ കൂട്ടിയിടിച്ച് 9 വയസ്സുകാരി മരിച്ചു. 6 പേർക്ക് പരിക്ക്. തൃശൂർ എരുമപ്പെട്ടിയിലാണ് സംഭവം. നിയന്ത്രണം വിട്ട കാർ എതിർദിശയിൽ വന്ന കാറിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടം നടന്നത്. പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ വൈകിട്ട് മങ്ങാട് സെയിൻറ്റ് ജോർജ് പള്ളി ഗ്രോട്ടോയുടെ മുന്നിലാണ് അപകടമുണ്ടായത്. 9 വയസ്സുകാരി സുനൈനയാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശികളായ പുത്തൻപീടികയിൽ ഹക്കിം, സമദ്, ഷൗജത, സൗനൈന, ഹിസാന, ഷാഹിദ്, മുഹമ്മദ് സാദിഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഒറ്റപ്പാലത്ത് നിന്ന് ചാവക്കാട്ടേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്നിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ആറ്റൂർ സ്വദേശി ഷാഫിയും കുടുംബവുമാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ഇവർക്ക് കാര്യമായ പരിക്കുകളില്ല. അപകടത്തിൽ ഒറ്റപ്പാലം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറിന് സാരമായ കേടുപാടുണ്ടായി. മീഡിയ ടൈം, തൃശൂർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടെ സിനിമാ മേഖലയിൽ വലിയ മാറ്റങ്ങളുണ്ടായെന്ന് മന്ത്രി പി രാജീവ്. വിഷയത്തിൽ സർക്കാർ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സിനിമാ മേഖലയിലെ പ്രമുഖനെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നല്ലോ എന്നും പി രാജീവ് കൊച്ചിയിൽ ചോദിച്ചു. വളരെ നല്ല രീതിയിൽ നമ്മുടെ സിനിമാ രംഗത്ത് കുറേയേറെ മാറ്റങ്ങൾ ആ കമ്മീഷൻ റിപ്പോർട്ടും അതിനെ തുടർന്നുള്ള ചർച്ചകളുടെ ഭാഗമായി സംഭവിച്ചിട്ടുണ്ട്. പൂർണ്ണമായി മാറിയെന്നല്ല, പല മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയും. വളരെ നല്ല രീതിയിൽ തന്നെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. ചില സ്ഥലങ്ങളിലെങ്കിലും കമ്മിറ്റികൾ വന്നു. ഇപ്പൊ ഏറ്റവും വലിയൊരാളെയല്ലേ നമ്മളൊരു സിനിമാ നടി തന്നെ പരാതിപ്പെട്ടിട്ട് വളരെ കരുത്തുണ്ട്, സമ്പന്നാണെന്ന ഒരാളെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ലേ? ഇതല്ലോ അതൊരു വിട്ടുവീഴ്ച നമ്മൾ ചെയ്തില്ലല്ലോ. അപ്പൊ അത് പരാതി വന്നു, പിന്നെ കോടതിയാണ് ബാക്കി കാര്യങ്ങൾ തെളിയിക്കേണ്ടത്. അതിലൊക്കെ സർക്കാരിന്റെ വളരെ ശരിയായ സമീപനമാണുള്ളത്. കുഴൂർ വാതിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. പ്രശസ്ത ചിത്രകാരൻ സുരേഷ് മുട്ടത്തി മത്സരം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നല്ല ഒരു വെക്കേഷൻ കഴിഞ്ഞ് ക്ലാസ്സൊക്കെ തുറന്ന് വീണ്ടും പഠനത്തിലേക്ക് കിടക്കുന്ന സമയത്ത് തന്നെ അതിന് ജോലിയൊട്ടും തന്നെ വിട്ട് കളയാതെ നിങ്ങൾക്കായിട്ട് വാദിക സാംസ്കാരിക വേദിയുടെ ഏറ്റവും മനസ്സിലും അതുപോലെ തന്നെ നമുക്ക് ഉത്സാഹമാക്കുന്ന ഒരു പരിപാടിയായിട്ട് ഈ
രചനാ മത്സരങ്ങളുടെ കാഴ്ചവെച്ചിരിക്കുകയാണ്. ഞാൻ വാദികയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നാടകപ്രവർത്തകനാണ് ശരി. ഞാൻ ചിത്രകലയെ പോലെ തന്നെ നാടകപ്രവർത്തനവും നിയോഗിക്കുന്നതാണ്. ഞാൻ ഇപ്പോൾ ആലിക്കോയിലാണ് പഠിച്ചത്. 8 വർഷത്തോളം ചിത്രകലയാണ് പഠിച്ചതെങ്കിൽ പോലും അതോടൊപ്പം തന്നെ തൃശ്ശൂർ രംഗചേരിയിൽ ബാംഗ്ലൂർ ഡ്രാമ സ്കൂളിൻ്റെ ബാംഗ്ലൂർ റീജിയണൽ സെക്രട്ടറി നാടകപ്രവർത്തനവും നടത്തിവരുന്ന ഒരാളാണ്. കുട്ടികളുടെ ക്യാമ്പും ചിത്രകല ക്യാമ്പൊക്കെ ലളിത അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ പരിശീലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. വാദിക പ്രസിഡന്റ് TS പുഷ്പൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സേതുമോൻ ചിറ്റത്ത്, സിസ്റ്റർ ദീപ്തി കളപ്പുരയ്ക്കൽ, TS വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ ദേശീയ തലത്തിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ കോടാലി അന്നാമ്പാടം സ്വദേശി SS അനശ്വറിനെ പുതുക്കാട് നിയോജക മണ്ഡലം MLA KK രാമചന്ദ്രൻ അനുമോദിച്ചു. PK രാജൻ, പൊതുപ്രവർത്തകൻ സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ KS അശ്വിൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ചാലക്കുടി റേഞ്ച് ഓഫീസർ സുനിൽ ലാലിൻ്റെയും ശ്രീഭയുടെയും മകനാണ്. ഈ വിജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ടാവുക അച്ഛനും അമ്മയും കുടുംബാംഗങ്ങൾ തന്നെയായിരിക്കും. അവരുടെ വലിയ പിന്തുണയോട് കൂടിയിട്ടാണ് ഈ വിജയം നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അധ്യാപകരുടെ ഒക്കെ വലിയ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. അവരുടെ കഠിനാധ്വാനമുണ്ട്. അതോടൊപ്പം തന്നെ അനശ്വരൻ്റെ കഠിനാധ്വാനം എല്ലാം ചേർന്നാണ് വിജയം ഉണ്ടായിട്ടുള്ളത്. ഈ വിജയത്തിൻ്റെ പിറകിൽ നിന്ന് പിന്തുണച്ച എല്ലാവരെയും ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവരെയും പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. കുഴിക്കാട്ടുശ്ശേരിയിൽ വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. നേർച്ച ഭക്ഷണ വെഞ്ചിരിപ്പ് പുത്തഞ്ചിറ സെൻറ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ ബിനോയ് പൊഴാലിപ്പുറമ്പിൽ നിർവഹിച്ചു. തിരുനാൾ കുർബാനയിൽ ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികനായി. ഉച്ചതിരിഞ്ഞ് തിരുനാൾ പ്രദക്ഷിണം നടന്നു. തിരുനാളിൻ്റെ 8ാം ഇടം 15-ന് ദിവ്യബലി, പ്രദക്ഷിണം, തിരുശേഷിപ്പ് വണക്കം എന്നീ പരിപാടികളോടെ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വനം വകുപ്പിൻ്റെ വിത്തുണ്ടകൾ വനത്തിലേക്ക് എറിയുന്ന പദ്ധതിക്ക് 15-ന് ചാലക്കുടിയിൽ തുടക്കമാകും. ഇതിനായുള്ള 8 ലക്ഷം വിത്തുണ്ടകൾ 144 റേഞ്ച് ഓഫീസുകളിലായി തയ്യാറായി. തൃശൂർ എരുമപ്പെട്ടിയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 9 വയസ്സുകാരി മരിച്ചു. 6 പേർക്ക് പരിക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടെ സിനിമാ മേഖലയിൽ വലിയ മാറ്റങ്ങളുണ്ടായെന്ന് മന്ത്രി P. രാജീവ്. വിഷയത്തിൽ സർക്കാർ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നും മന്ത്രി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.